മത്തായി സുവിശേഷം 9-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ. Gospel of Matthew chapter 9 verse 35 onwards. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ചു, അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു, രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിഹ്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു. തൻ്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവങ്ങളിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. വിതയ്ക്കുന്നത് ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊൽ ഇതിൽ ഒത്തിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ കർത്താവേ, ഈ അനുഗ്രഹീത വചനങ്ങൾക്കായി നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ഈ വാക്കുകളെ വായി തുറന്ന് ശിശുഗണത്തോട് പറഞ്ഞു. അവർ എങ്ങനെ കേട്ടുവോ അവണ്ണം കേൾക്കുവാൻ ഞങ്ങളെ ദൈവം ഇന്ന് രാത്രി അവിടുന്ന് അഭിഷേകം ചെയ്ത് തരണം എന്ന് ഞങ്ങൾ തിരുമുമ്പിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് അടുത്തുനിന്നും അകലത്തുനിന്നും കടന്നു വന്ന അനേകം പ്രിയപ്പെട്ടവർ തങ്ങളുടെ ഓരോരോ ആവശ്യങ്ങൾ മുന്നിൽ വളരെ ചോദ്യചിഹ്നമായിരിക്കുമ്പം, ദൈവമേ, ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കേണ്ടതിന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ചില നിമിഷങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സരസമായി സംസാരിക്കണമേ. കർത്താവെ, 25-ൻ്റെ എല്ലാ അരിഷ്ടതയും എല്ലാ ദോഷങ്ങളും എല്ലാ ഭാരങ്ങളും എല്ലാ നെടുവീർപ്പുകളും സകലവിധമായ കർത്താവെ ദോഷഭാവങ്ങളും വിട്ട് കർത്താവെ 25 അനുഗ്രഹത്തോടെ ഞങ്ങൾ പ്രാപിക്കേണ്ടതിന് ദൈവത്തിൻ്റെ തേജസ് ഈ നിമിഷം മുതൽ തന്നെ അങ്ങയുടെ ദാസിദാസന്മാരുടെ മേൽ, ബാലിക ബാലന്മാരുടെ മേൽ വന്നുകൊണ്ടിരിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് ദൈവസേനയെ പ്രാർത്ഥിക്കുന്നു. 25-ൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് രൂപരേഖ ഞങ്ങൾക്ക് തരണം. അങ്ങയുടെ ഇഷ്ടം ഇന്നതെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. ഇന്ന് അസാധ്യങ്ങൾ സാധ്യമായി തീരണം. കർത്താവെ, ശാരീരികമായി ബുദ്ധിമുട്ടോടുകൂടെ കടന്നു വന്നവർ ഈ യോഗം തീരുമ്പോൾ കർത്താവെ ഒരു പുതുബലം പ്രാപിച്ച് പുതുശക്തി പ്രാപിച്ച് സൗഖ്യങ്ങൾ പ്രാപിച്ച് പൈശാചിക ബന്ധനത്തിൽ പിടിക്കപ്പെട്ട് കടന്നു വന്നവർ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ വിടുതൽ അനുഭവിച്ച് ഞെരുക്കത്തിലും ഭാരത്തിലും ആയിരുന്നവർ ഒരു വലിയ വിശാലത കാണാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരം ഇന്ന് രാത്രി ഇവിടെ ശക്തിയോടെ പ്രവർത്തിക്കും എന്ന് ഞങ്ങൾ അറിയുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ കരം നിന്റെ മക്കളെ ഒന്ന് തൊടണമേ. ഈ പ്രിമിസിനകത്ത് ദൈവത്തിൻ്റെ വചനത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ അകത്തും പുറത്തുമായി വ്യാപരിക്കുന്ന സകല ദുരാത്മമണ്ഡലങ്ങളെ, അന്ധകാര ശക്തികളെ, ഒരു വർഷക്കാലം ദൈവജനം ചിതറി പോകത്തക്കവണ്ണം ഈ ദേശത്ത് പ്രവർത്തിച്ച സകല ദുഷ്കർമ്മ വ്യാപാര ശക്തികൾ സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രി കത്തി അഴിഞ്ഞു പോകാൻ ഇവിടെ ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലമായി നിലനിൽക്കുവാൻ ആയിരങ്ങളുടെ രക്ഷയ്ക്കും വിടുതലിനും കാരണമായി തീരാൻ ദൈവം സഹായിക്കാൻ പോകുന്ന കൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഞങ്ങൾക്ക് ഈ ഹോളും പരിസരവും തന്ന കർത്താവദാസൻ മെൽവിൻ ജോസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ സഹധർമ്മിണിക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇത് തന്നിട്ട് പോയ ഞങ്ങളുടെ അപ്പനും അമ്മയും കർത്താവെ, പ്രിയ വിജയപ്രസാദനെ ഞങ്ങൾ ഓർക്കുന്നു. നിത്യതയിൽ സന്തോഷിക്കുന്ന വലിയ ദയക്കായി നന്ദിയോടെ സ്തോത്രം. പ്രിയ മാതാവിനെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, നിന്റെ മക്കളുടെ നല്ല കാലത്ത് ഈ കെട്ടിയിട്ടൊരു ബിൽഡിംഗ് അനേകരുടെ രക്ഷയ്ക്ക് വിടുതലിനും കാരണമായി ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കൃപയിൽ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിച്ച് സഭയായി ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. അവർ ഈ വളരുന്ന കൂട്ടായ്മയുടെ ഒരു ഭാഗമായി മാറാൻ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ സഹായിക്കണമേ എന്ന് തിരുമുമ്പിൽ പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള എല്ലാ സഭകളെയും ദൈവം അനുഗ്രഹിക്കുകയും വളർത്തുകയും ചെയ്യണമേ. അങ്ങേ കരങ്ങളിൽ യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഇരുന്നാലും
ചിന്താവിഷയമായി എൻ്റെ മനസ്സിൽ ഓടി വന്ന ചില കാര്യങ്ങൾ പ്രസ്താവിപ്പാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ധാരാളം സംഗതികളുണ്ടെങ്കിലും ഒരു കാര്യം ഇവിടെ വളരെ സ്പഷ്ടമായി പറയുന്നു. ഞാനത് അങ്ങ് പബ്ലിക്കായിട്ട് തന്നെ ഒരു ആമുഖം കൂടാതെ നിങ്ങളോട് പ്രസ്താവിപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നു. 2025 എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ നന്മകളുടെയും, അത് കുടുംബത്തിലായാലും വ്യക്തിപരമായാലും ദൈവസഭയോടുള്ള ബന്ധത്തിലായാലും, ഈ വർഷക്കാലം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ആൻ ഇയർ ഓഫ് ഹാർവസ്റ്റ്. ഒരു നല്ല കൊയ്ത്തിൻ്റെ കാലമായിരിക്കും ദൈവത്തിൻ്റെ സഭയെ സംബന്ധിച്ച്. കൊയ്ത്തിൻ്റെ ഒരു കാലമായിരിക്കും നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ച്. കൊയ്ത്തിൻ്റെ കാലമായിരിക്കും നമ്മുടെ മക്കളെ സംബന്ധിച്ച്. നാമും നമ്മുടെ കുടുംബങ്ങളും വളരെ കഠിനാധ്വാനം ചെയ്തു ഈ മേഖലകളിലെല്ലാം. കൊയ്ത്ത് എന്ന് പറയുന്നത് ഈസ് എ റിവാർഡ് ഓഫ് ഹാർഡ് വർക്ക്. ഒരു കാലത്ത് അധ്വാനിച്ച കഷ്ടപ്പാടിൻ കണ്ടുകൊണ്ട് അതിന് ലഭിക്കുന്ന പ്രതിഫലത്തെയാണ് വാസ്തവത്തിൽ കൊയ്ത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആരംഭത്തിൽ തന്നെ മുഖപരം കൂടാതെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് മനസ്സിൽ കുറിച്ചിടാം, വിശ്വാസത്താൽ അത് ഏറ്റെടുക്കാം. കഴിഞ്ഞ 31കളിൽ ദൈവം നൽകിയ ആപ്തവാക്യം അക്ഷരം പ്രതി വിശ്വസിച്ച് ഏറ്റെടുത്തവർ എല്ലാ കാലത്തും സാക്ഷ്യങ്ങൾ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന പക്ഷം 26 നമ്മുടെ ജീവിതത്തിൽ ഒരു കൊയ്ത്തിൻ്റെ കാലഘട്ടമായിരിക്കും. പലപ്പോഴും ശുഷ്കിച്ചതും പതിരായതും നമുക്ക് ഫലവത്തല്ലാതെ പോയ ഒരുപാട് കാര്യങ്ങൾ 25 നമ്മോട് കൂടെയുണ്ട്. ചില മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ അതിനെ തെള്ളി നമ്മൾ 26 വരവേൽക്കുമ്പോൾ നാം അധ്വാനിച്ച, നാം കഷ്ടപ്പെട്ട, നാം വിതച്ച സകലത്തിനും ദൈവം പ്രതിഫലം തരുന്ന ഒരു നല്ല വർഷമായിരിക്കും 2026 എന്നത്. നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവസന്നിധാനത്തിലേക്ക് ഏൽപ്പിച്ച് ഈ അരുളപ്പാട് അക്ഷരികമായി പരിശുദ്ധാത്മാവ് നമുക്ക് നിവർത്തിച്ച് തരേണ്ടതിന്, കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാർ ചുരുക്കം, നമ്മൾ ഇറങ്ങി കൊയ്യാൻ പോകുകയാകുന്നു എന്ന കാര്യമാണ് നാം ഇന്ന് കേൾക്കുവാനായി പോകുന്നത്. ദൈവത്തിൻ്റെ മക്കളെ, ഈ 2026 നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഇതൊരു വിത്ത് പോലെയാണ്. ആരാധന എന്ന് പറയുന്നത് ഒരു വിത്ത് പോലെയാണ്. ഞാൻ ഉപവാസ പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കാനായിട്ടിടയായി, ഇയ്യോബിന്റെ ജീവിതത്തിൽ when he had everything he worshipped God. When he had lost everything he worshipped God. He never worshipped God because of the circumstances. സാഹചര്യങ്ങൾ പ്രതികൂലമായതുകൊണ്ടോ അനുകൂലമായതുകൊണ്ടോ ഒരു ഭക്തനായ മനുഷ്യനെ കുറിച്ച് പഴയ നിയമം പറയുന്നു, അദ്ദേഹത്തിന്റെ പേര് ഇയ്യോബ് എന്നാണ്. ബഹുസമ്പത്തും ആരോഗ്യം ആയുസ്സും സകല സമൃദ്ധിയും ഉണ്ടായിരുന്ന കുടുംബത്തിൽ, സകലതും തന്നെ വിട്ട് പോയ കാലത്തും കൂടെ ഉണ്ടായിരുന്ന കാലത്തും ഒരുപോലെ ആരാധിച്ചു. ആരാധിക്കാൻ കഴിയണമെങ്കിൽ we want to know who God is. ദൈവം ആരാകുന്നു എന്ന കാഴ്ചപ്പാട് നമുക്ക് ലഭിച്ചു എങ്കിൽ മാത്രമേ നമുക്കെന്ത് ഉണ്ടെങ്കിലും നമുക്കെന്ത് ഇല്ലെങ്കിലും, എന്തു വന്നാലും എന്ന് കൈവിട്ടു പോയാലും ദൈവത്തെ ആത്മാർത്ഥമായി ആരാധിക്കാനായി കഴിയുകയുള്ളൂ. നാം ഒടുവിലായി കാണിക്ക സമയത്ത് പാടിയ പാട്ട് എത്ര അനുഗ്രഹിക്കപ്പെട്ട പാട്ടാണ്. ദൈവം ആരാകുന്നു, ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് വളരെ സ്പഷ്ടമായ പാട്ടിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞു. വിവരണങ്ങൾ കൂടാതെ ഞാൻ നിങ്ങളോട് പറയുന്നു, 2026 നാം ഇപ്പോൾ ഇന്ന് രാത്രി ഒരു സമർപ്പണത്തിനും ഒരു തീരുമാനത്തിനും നാം തയ്യാറാകണം. അനുകൂല സാഹചര്യം ഉണ്ടായാലും പ്രതികൂല സാഹചര്യം ഉണ്ടായാലും we will worship our God. We will serve our God with family. പഴയ നിയമത്തിൽ യോശുവ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നമ്മൾ കാണുന്നു. അദ്ദേഹം ഇതുപോലൊരു സദസ്സിൽ ആളുകളൊക്കെ മര്യാദ കെട്ടുപോയി യഹോവയായ ദൈവത്തെ വിട്ട് അന്യപ്പെട്ട് അവർ ചെന്നെത്തിയ ദേശത്തിലുള്ള ജാതീയ ദേവന്മാർക്ക് ധൂപം കാട്ടി. സാംസ്കാരികമായി വളരെ അധപതനം സംഭവിച്ചു. ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങളെയും വിധികളെയും ചട്ടങ്ങളെയും പ്രമാണങ്ങളെയും അനുസരിച്ച് നടക്കാതെ പോയി. അന്നത്തെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന നേതാവായ ജോഷുവ എന്ന് പറയുന്ന മനുഷ്യൻ്റെ മനസ്സിൽ ഭയങ്കര ചൂടുണ്ടായി.
അദ്ദേഹം സഭയെ വിളിച്ചുകൂട്ടി അദ്ദേഹത്തിൻ്റെ തീരുമാനം അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവനെ നിങ്ങൾക്ക് സേവിക്കാം, പക്ഷേ ഞാനും എൻ്റെ കുടുംബവും വി വിൽ സേവ് ദ ലോർഡ് യാഹ്വേ, യഹോവ എന്ന ദൈവത്തെ, മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്നും കൊണ്ടുവന്ന സർവശക്തിയുള്ള ദൈവത്തെ ഞങ്ങൾ ആരാധിക്കും എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ദൈവം ചെയ്ത നന്മകളെ ഓർത്ത്, ദൈവം ചെയ്ത പ്രവൃത്തികളെ ഓർത്ത്, ദൈവം ആരാണെന്നറിഞ്ഞ് 26 ആരംഭം മുതൽ തന്നെ എന്ത് പ്രതികൂലങ്ങൾ സംഭവിച്ചാലും, അനുകൂല സാഹചര്യങ്ങൾ വന്നാലും, പരിശുദ്ധാത്മ നിറവിലും ആരാധനയ്ക്കും ഞാൻ നിങ്ങളെ ഇന്ന് രാത്രി ആഹ്വാനം ചെയ്യുകയാണ്. ആരാധനയിൽ ലഭിക്കുന്ന അനുഗ്രഹം പ്രാപിച്ചു മാത്രമേ മടങ്ങാവൂ. ആരാധനയിൽ വലിയ പ്രതീക്ഷയോടെ നമ്മൾ കടന്നു വരണം. ഒരിക്കലും ക്രിസ്തുവിലുള്ള പ്രതീക്ഷ ജീവിതത്തിന് ഭംഗം വരുത്തുകയില്ല. ക്രിസ്തുവിലുള്ള പ്രതീക്ഷയോടെ വരുമ്പോൾ നമ്മുടെ മുഖം ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. അവൻ ജീവിക്കുന്ന കർത്താവാകയാൽ നമ്മുടെ ചെറുതും വലുതുമായ എല്ലാവിധ വിഷയങ്ങളിലും കർത്താവ് ഇടപെടാൻ ശക്തനായ ദൈവമാകുന്നു എന്ന കാര്യം ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ നിങ്ങൾക്കറിയാവുന്നത് ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ ഉറക്കെ വിളിച്ചു പറയുകയാണ്. നിങ്ങളിൽ എത്ര പേര് ഈ യോശുവ പറഞ്ഞ പോലെ തീരുമാനമെടുക്കും? എന്തെല്ലാം സംഭവിച്ചാലും ഞങ്ങൾ യഹോവയായ ദൈവത്തെ ആരാധിക്കും, ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ ഉയർത്തും, ഞങ്ങൾ ദൈവത്തിൽ നന്മ പ്രാപിക്കും. ഇന്ന് ഈ രാത്രി നമ്മുടെ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട്, വായി തുറന്ന സ്തോത്രങ്ങളെ അർപ്പിച്ചുകൊണ്ട് ആ തീരുമാനം നിങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിച്ചാട്ടെ. നിങ്ങൾ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം ദൂതന്മാർ നിങ്ങളെ വഹിച്ചുകൊള്ളും. രാത്രിയിലെ ഭയത്തെയും പകൽ പകർക്കുന്ന അസ്ത്രങ്ങളെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരികളെയും നിങ്ങൾ പേടിക്കേണ്ടി വരികയില്ല. ആഭിചാരങ്ങൾ നിങ്ങൾക്ക് ഫലിക്കയില്ല. ലക്ഷണവിദ്യ നിങ്ങൾക്ക് ഏൽക്കയില്ല. ഒരു ബാധയും നിങ്ങളുടെ കൂടാരത്തിൽ അടുക്കയില്ല. ആരാധിക്കുന്ന ഒരുവരെ കീഴ്പ്പെടുത്താൻ ലോകത്തിലെ ഒരു ദൈവത്തിന് കഴിയില്ല, ഒരു ശക്തിക്ക് കഴിയില്ല, ആർക്ക് കഴിയില്ല. നിങ്ങൾ ജയിക്കും. ഒരു രാത്രി പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഉണരുമ്പോൾ സ്വാഭാവികമായി രാത്രികാലത്ത് ദൈവത്തോട് ആഗ്രഹിക്കാറുണ്ട്, ഒരു സന്ദേശത്തോടു കൂടെ എഴുന്നേൽക്കാൻ ദൈവം കൃപ നൽകണമെന്ന്. ഒരു വാക്കെങ്കിലും ഉണരുന്ന സമയം ആത്മാവ് ഇടപെടാറുണ്ട് എല്ലാ ദിവസങ്ങളിലും. അതിലൊരു ദിവസം നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ കർത്താവ് എന്നോട് ഇടപെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താനായി തയ്യാറാവുകയാണ്. കാരണം ഇത് വിതയും കൊയ്ത്തുമാണല്ലോ. വിതയും നടക്കണം, കൊയ്ത്തും നടക്കണം. അത് കർത്താവ് യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഒരു സൂചന തന്നിട്ടുണ്ട്. എനിക്ക് വിവരിക്കാൻ സമയം പോരാ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ഒരു കൂട്ടം പേര് വിതച്ചുകൊണ്ടിരിക്കുന്നു, മറ്റൊരു കൂട്ടം പേര് കൊയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് കുടുംബത്തിനകത്തുള്ള വിടുതലും സഭയ്ക്കുള്ള വിടുതലും. എന്ന് കൊയ്ത്ത് നിർത്തുന്നോ അന്ന് വിത നിൽക്കും, എന്ന് വിത നിർത്തുന്നോ അന്ന് കൊയ്ത്ത് നിൽക്കും. വിത ഉണ്ടെങ്കിൽ മാത്രമേ കൊയ്ത്തുള്ളൂ, കൊയ്ത്തുണ്ടെങ്കിൽ മാത്രമേ വിതയുള്ളൂ. അതുകൊണ്ട് ഒരു കൂട്ടം പേര് വിതയ്ക്കും, മറ്റൊരു കൂട്ടം പേര് കൊയ്യും. എന്നാൽ നാം ചില കാര്യങ്ങൾ ചിന്തിച്ചാൽ എല്ലാവരും ചില കാര്യങ്ങൾ വിതയ്ക്കണം എന്ന് ദൈവാത്മാവ് നിർദ്ദേശിച്ചിട്ടുണ്ട്, ജീസസ്. അതിൽ ഒന്നാണ് ഞാൻ ഉപവാസ പ്രാർത്ഥന സൂചിപ്പിച്ചു, വിത്തിനുള്ളത് എടുത്ത് തിന്നരുത്, വിൽക്കരുത്. കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ആളുകളോട് നിങ്ങൾ ചോദിച്ചാൽ കൃത്യമായി അവർ പറയും, ആണ്ടുതോറും വിളവെടുക്കുമ്പം കൊയ്ത്ത് നടത്തിയതിന് ശേഷം വിത്തിനുള്ളത് സ്പെഷ്യലായി അവർ വേർതിരിച്ചു വയ്ക്കും. എത്ര പട്ടിണി വന്നാലും, പൈതാകം വന്നാലും, ബുദ്ധിമുട്ട് വന്നാലും, ഒരു കാരണവശാലും ഒരു കൃഷിക്കാരൻ തന്നെങ്കിൽ അദ്ദേഹം വിത്തിനിട്ടതെടുത്ത് തിന്നാനും വിൽക്കാനും കൊടുക്കില്ല. എപ്പം ഒരു കൃഷിക്കാരൻ വിത്തിനുള്ളത് തിന്നുകയോ അത് വിൽക്കുകയോ ചെയ്താൽ പിന്നെ വിളവ് കാണാതെ പോകും. കൃഷി ഇറക്കാൻ നേരത്തിന് വിത്തില്ലാതെ പോകും. ആകപ്പാടെ നമ്മുടെ കൃഷിയിടം വിണ്ട് കീറി പുല്ലും പോച്ചയൊക്കെ കൊണ്ട്
ബലശൂന്യമായി കിടക്കുന്നത് പിന്നെ കാണാൻ പറ്റും. അത് നിമിത്തം ആ ആണ്ട് ആ കുടുംബത്തിന് ദാരിദ്ര്യം വരും. മുൻകാലങ്ങളിൽ അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് ഭയങ്കര ക്ഷാമം നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് വിത്തിനുള്ളത് ഒരു കാരണവശാലും തിന്നുകയോ വിൽക്കുകയോ ചെയ്യുകയില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ആരാധന പോലെ തന്നെ സകല നന്മയുടെയും ഒരു ഭാഗം വിത്താണ്. അതൊരിക്കലും നാം എടുത്ത് തിന്നുകയോ അത് ദുർവിനിയോഗം ചെയ്യുകയോ ചെയ്യരുത്. ദൈവത്തിൻ്റെ വചനം നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന സകല നന്മയുടെയും ഒരു ഓഹരി സന്തോഷത്തോടെ നമ്മുടെ നിലം എന്ന് വിശേഷിപ്പിക്കാവുന്ന ദൈവത്തിൻ്റെ നിലമായ കൃഷിയിടമായ ദൈവത്തിൻ്റെ സഭയിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് വച്ചാൽ, പ്രത്യേകിച്ച് ഈ കൊയ്ത്ത് എന്നൊക്കെ പഴയ നിയമത്തിൽ പറയുന്നത് കൊയ്ത്തിനോട് ചേർന്നുള്ള ഉത്സവങ്ങളാണ്. ആളുകൾ പെസഹ പെരുന്നാളിന് ഒരുമിച്ച് കൂടുമ്പോൾ യഹോവയായ ദൈവം കൽപ്പിച്ചിരുന്നു ബാർലിയുടെ കൊയ്ത്ത് നടക്കണം. അതിൻ്റെ ഒരു വലിയ ഭാഗം ലേവ്യർക്ക് കൊണ്ടുവന്ന് യഹോവയ്ക്കെന്ന് പറഞ്ഞ് അർപ്പിക്കും. അടുത്ത് വരുന്ന 50 ദിവസത്തോളം ആകുമ്പോൾ പെന്തക്കോസ്ത് പെരുന്നാളാണ്. ആ സമയത്ത് ഗോതമ്പ് നിലങ്ങളെല്ലാം നല്ലതായിട്ട് വിളയും. ജനത ദൈവത്തിൻ്റെ സന്നിധിയിൽ പെന്തക്കോസ്ത് പെരുന്നാളിന് വരുമ്പോൾ ആദ്യ ഫല കറ്റകളുമായി ആലയത്തിലേക്ക് വരും. കൊയ്ത്ത് കഴിഞ്ഞ് വരുന്നതാണ്. തുടർന്ന് ഈ ഫലമെല്ലാം എടുത്തതിന് ശേഷമുള്ള ഫലങ്ങൾ പഴുത്ത് നിലത്ത് വീഴും. ആ സമയത്താണ് അവർ കൂടാര പെരുന്നാൾ ആഘോഷിക്കുന്നത്. നമ്മുടെ ഇടയിൽ തന്നെ ഒരു മാവ് പോലും പൂത്ത് കായ്ച്ചു കഴിഞ്ഞാൽ എല്ലാ ഫലവും പറിച്ചു മാറ്റുക അത് ദുഷ്കരമായ കാര്യമാണ്. ചിലരങ്ങനെയൊന്നും കിടഞ്ഞ് പരിശ്രമിക്കില്ല. എവിടെയെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ എത്ര പറിച്ചിട്ട് പോയാലും വീണ്ടും എന്ത് കാണും? ഇലകൾക്കിടയിൽ മാങ്ങ നിൽക്കുന്ന കാണാൻ പറ്റും. ഇതുപോലെ വിളവെടുത്തതിന് ശേഷം ശേഷിച്ച കാലമായാലും ഈ ഫലമൂലാദികൾ പഴുത്ത് നിലത്ത് വീഴുന്ന ഒരു കാലമുണ്ട്. ആ കാലത്ത് അവർ ഇതെല്ലാം കൂടെ ശേഖരിച്ചു കൊണ്ടുവന്ന് ശേഖരിച്ച ഉത്സവം എന്ന് പറഞ്ഞുകൊണ്ട് കൂടാര പെരുന്നാളായി അവർ ആഘോഷിക്കും. അപ്പോ അവർ അക്ഷരികമായി വിത്തിനെ മാറ്റിയത് കൂടാതെ എല്ലാ വിളവെടുപ്പ് കാലങ്ങളിലും ഒരു ഓഹരി ദൈവത്തിനടുക്ക് കൊണ്ടുവരും. ഇത് പുതിയ നിയമത്തിൽ ഒട്ടും കുറച്ചിട്ടില്ല. യേശുവിൻ്റെ വാക്കുകളിൽ വളരെ സ്പഷ്ടമാണ്. ഞാൻ ആ ഭാഗം എടുത്ത് നിങ്ങളെ ഈ സദസ്സിൽ പഠിപ്പിക്കുന്നില്ല. സ്തോത്രം. കൃത്യമായി ദൈവം നമുക്കൊരു കൊയ്ത്ത് തന്നാൽ, എന്തെങ്കിലും ഒരു വിളവുണ്ടായാൽ, വിളവെന്ന് പറയുന്നത് വാസ്തവത്തിൽ കൊയ്ത്തും വിളവുമെന്ന് പറയുന്നത് ഐശ്വര്യമാണ്, സമൃദ്ധിയാണ്, ആരോഗ്യമാണ്, മറ്റനവധി നന്മകളാണ്. ഏതെങ്കിലും സമയത്ത് നമ്മൾ അധ്വാനിച്ചതിൻ്റെ ഒരു നന്മ, ഒരു പ്രതിഫലം നമുക്ക് ലഭിച്ചാൽ അതിൻ്റെ ഒരു ഓഹരി ദൈവത്തിൻ്റെ ആലയത്തിൽ പാകേണ്ട വിത്താണ്. അത് കൃത്യമായി നമ്മൾ ചെയ്താൽ, പ്രവാചകൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നു, ഞാൻ ആകാശം തുറക്കും എന്ന് പറഞ്ഞ സ്വർഗം തുറക്കും, മഞ്ഞും മഴയും അയക്കുന്നത് പോലെ ഞാൻ നന്മ വർഷിപ്പിക്കും, ഞാൻ വെട്ടുക്കിളിയോട് സംസാരിക്കും, വെട്ടുക്കിളി വിളവ് നശിപ്പിക്കയില്ല, ഞാനതിനെ ശാസിക്കും. 3, വിളവ് മൂക്കാതെ പൂവായിരിക്കുമ്പോൾ കൊഴിഞ്ഞു പോകയില്ല. 4, ബന്ധുക്കൾ, ചാർച്ചക്കാർ, അയൽവക്കക്കാർ, അന്യദേശക്കാർ ഒരുമിച്ച് ദൈവമക്കളെ കുറിച്ച് പറയും, നിങ്ങൾ ഈ ദേശത്ത് ഭാഗ്യവാന്മാരാകുന്നു. അല്ല പറഞ്ഞ മനസ്സിലായോ? ഒരു ദേശത്ത് നാം ഐശ്വര്യകരമായി ഉയർച്ച പ്രാപിക്കണമെങ്കിൽ, വളർച്ച പ്രാപിക്കണമെങ്കിൽ ദൈവത്തിനുള്ളത് അർപ്പിക്കേണ്ടത് കൃത്യമായി അർപ്പിക്കണം. അത് ഒരു വിധയാണ്. ഈ 2 കാര്യങ്ങൾ മനസ്സിൽ വെച്ചേക്കൂ. ഇനി അര മിനിറ്റ് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ 26-ന് സമർപ്പണത്തോടെ വെൽക്കം ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന്
26 നിങ്ങൾ അനുഭവിച്ച അരിഷ്ടത, കഷ്ടത, വേദനകൾ, ഭാരങ്ങൾ നിങ്ങൾ ഇനി അയവറുത്തുകൊണ്ടിരിക്കണ്ട. ഞാൻ നിങ്ങളോട് വിശ്വാസം പറയുന്നു, സിറ്റി ചേർച്ചിനകത്ത് ഒരു വലിയ സ്വർഗീയ ഒരു തീപ്പുരയുണ്ട്. അതൊരു അഗ്നികുണ്ഡമായി നിന്ന് കത്തും. ഇപ്പോ നിങ്ങളുടെ സകല ഭാരങ്ങളും അതിലേക്ക് വലിച്ചെറിയണം. സകല ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകളും നിങ്ങൾ അതിനകത്ത് വയ്ക്കണം. നിങ്ങളുടെ സകല രോഗങ്ങളും ഈ ആത്മതീക്കകത്തിടണം. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിങ്ങളുടെ ജീവിതത്തെ ഈ സമയത്ത് ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു നിമിഷം എന്നോടുകൂടി ചേർന്ന് 25 ഉറക്കെ 25 എല്ലാ അരിഷ്ടതകളും, എല്ലാ കഷ്ടതകളും, എല്ലാ ഭാരങ്ങളും, എല്ലാ വ്യാകുലതകളും, എല്ലാ ആവലാദികളും, എല്ലാ ദോഷങ്ങളും, എല്ലാ ശാപങ്ങളും, എല്ലാ അപകടാത്മാവും, എല്ലാ അനർത്ഥാത്മാവും, എല്ലാ ശകുനങ്ങളും, എല്ലാ പോരുകളും, സകല പൈശാചിക ബന്ധനങ്ങളും സിറ്റി ചോർച്ചിലെ സ്വർഗീയ തീപ്പുരയിലേക്ക് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. 2026 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരു കൊയ്ത്ത് കാലമായി ഐശ്വര്യം, സമൃദ്ധി, ആരോഗ്യം, ആയുസ്, ഉയർച്ചയ്ക്കായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ സ്വീകരിക്കുന്നു. സ്തോത്രം ചെയ്തേ. എല്ലാ നാമവും വർഷം നമ്മുടെ കൊയ്ത്തിന്റെ വർഷം. ഓർക്ക, ഈ വർഷം നമ്മുടെ കൊയ്ത്തിന്റെ വർഷം. ഇരുന്നാലും ഞാൻ കമ്പി പാചകത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് കർത്താവദാസൻ പൗലോസ് സഭയിന് കൈമാറും. വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കും. 2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. ആരാധനയെക്കുറിച്ച് നമുക്കൊരു തീരുമാനം വേണം. നമുക്ക് ദൈവം തരുന്ന നന്മയുടെ ഓഹരി സംബന്ധിച്ച് നമുക്കൊരു സമർപ്പണം വേണം. വിത ഞാൻ നിർത്തുകയില്ല, സ്റ്റോപ്പ് ചെയ്യില്ല. ഞാൻ അതുപോലെ കൊയ്ത്തും ഞാൻ സ്റ്റോപ്പ് ചെയ്യില്ല. ഇങ്ങനെ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. 26 എല്ലാ ശുശ്രൂഷകരോടും ഞാൻ പ്രത്യേകിച്ച് വിനീതമായി അഭ്യർത്ഥിക്കുന്നത്, സഹോദരങ്ങളെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അവസരം നഷ്ടപ്പെട്ടാലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ടെങ്കിലും ഒരു വീട് പോലെ നിങ്ങൾ സഹിച്ചും പുറത്തും സ്നേഹിച്ചും വിതയ്ക്കാനും കൊയ്യാനും ദൈവം എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വിധേയത്വത്തോടെ നിൽക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ചിലപ്പോൾ ഈ പുൽപ്പിറ്റിൽ നിങ്ങൾക്ക് മൈക്ക് കിട്ടിയില്ലെങ്കിലും നിങ്ങൾ പരിഭവപ്പെടരുത്. ഇവൻ പാടുന്ന കുഞ്ഞുങ്ങളോടും ഞാൻ വിനീതമായി പറയുന്നു, ജീസസ് നിങ്ങൾക്കൊരവസരം കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ താഴ്മയോടും വിധേയത്വത്തോടും ദൈവസന്നിധിയിൽ അനുസരണയോടുകൂടി ഇരുന്നാൽ മറ്റുള്ള എല്ലാവരെക്കാളും മാനിക്കുന്ന ഒരു ദൈവം നമ്മുടെ ഇടയിലുണ്ട്. ഒരു സമയം നമ്മൾ കൊടുക്കണം. ജീസസ് വിതയ്ക്കാൻ ഒരു വലിയ സമയം, വിളവെടുക്കുന്നത് വരെയുള്ള കാലം ഒരു വലിയ സമയമാണത്. അതുപോലെ ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നതും ഐശ്വര്യവും അനുഗ്രഹവും സമൃദ്ധിയും ഒക്കെ നമുക്ക് ലഭിക്കാൻ നീണ്ട ഒരു കാലഘട്ടം വേണ്ടിവരും. നാം ജസ്റ്റ് കാത്തിരിക്കാൻ തയ്യാറാകണം എന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. കാര്യങ്ങളൊക്കെ സാവധാനം എല്ലാം മാറി മറിഞ്ഞ് വരും. ജീസസ് ഒരു കാരണവശാലും നമ്മൾ 26 പിണങ്ങിപ്പോകരുത്. ഗലാത്യ ലേഖനം 5:19 സ്പഷ്ടമായി എഴുതിയിരിക്കുന്നു, അങ്ങനെ പിണങ്ങിപ്പോയാൽ, ഇണങ്ങാൻ ഒരു അവസരം ഇല്ലെങ്കിൽ, യഥാസ്ഥപ്പെടാൻ ഒരു അവസരം ലഭിച്ചില്ലെങ്കിൽ ആ വ്യക്തിക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഞാൻ ആ ഭാഗങ്ങളൊന്നും വായിക്കുന്നില്ല. ചിലപ്പോൾ ഇതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിരിക്കും. ഒരു ഫാമിലിക്കകത്ത് നിശ്ചയമായി പിണക്കമുണ്ടാകും, പക്ഷേ ഇണക്കം വേഗത്തിലാകും. അത് കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പെട്ടെന്ന് അവർ ഇണങ്ങിക്കൊള്ളും.
കർത്താവ് പറയുന്നു ശിശുക്കൾക്കാണ് ദൈവരാജ്യമുള്ളത്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇക്കാര്യത്തിൽ ശിശുക്കളെ പോലെ വേഗത്തിൽ ഇണങ്ങുന്ന സ്വന്തം മക്കൾ വേഗത്തിൽ ഇണങ്ങുന്നവരായി നമ്മൾ കാണപ്പെടാൻ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. അയൽവക്കക്കാരോ ബന്ധുക്കളോ പിണങ്ങിയാൽ കുറച്ച് സമയമെടുക്കും മിണ്ടാൻ. പക്ഷെ മക്കൾ പിണങ്ങിയാൽ മണിക്കൂറുകൾക്കുള്ളിൽ അവർ ഇണങ്ങും. കുടുംബം എന്ന സങ്കല്പം സഭയിൽ നിന്ന് ഒരിക്കലും പോകരുത്. പിണങ്ങിയാൽ ഇണങ്ങാത്ത ഒരു കൂട്ടരേ ഉള്ളൂ, അവർ ശത്രുക്കളാണ്. നമ്മളോട് അസൂയയും വൈരാഗ്യവും മത്സരവും ശത്രുതയും ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നമ്മോട് ഇണങ്ങാനായി പറ്റില്ല. പിണങ്ങിയാൽ ഒരു പിണക്കം തന്നെ ആയിരിക്കും. സാധാരണ ആളുകൾ പറയാം ചത്താലും ഞാൻ മിണ്ടൂല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ സഹോദരം? അങ്ങനെയുള്ള ഒരു സ്വരത്തിലേക്ക് പോകും. അതോടുകൂടെ നമുക്ക് ദൈവരാജ്യം നഷ്ടപ്പെടും എന്ന് വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യ ലേഖനത്തിൽ എഴുതി നമുക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ട് അത്ര കണ്ട് അങ്ങോട്ട് പോകരുത് എന്ന് ഞാൻ വിശേഷാൽ ഓർമ്മപ്പെടുത്തുന്നു. ആരും നഷ്ടപ്പെടരുത്. കൊയ്ത്തുണ്ടെങ്കിൽ കൊയ്ത്ത് കാലത്ത് ശേഖരിച്ചത് മുഴുവൻ കൂട്ടിവെക്കാൻ ഒരു ഗോഡൗൺ ആവശ്യമാണ്. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് സിറ്റി ചർച്ച് ദൈവത്തിൻ്റെ ഗോഡൗണാണ്? ഐ ബിലീവ്. ഇവിടെ യേശുവിൻ്റെ വാക്കുകളിൽ നിത്യജീവനിലേക്ക് ആളുകളെ കൊണ്ടുപോയി എത്തിക്കാനുള്ള ഒരു സത്രം പോലെയാണ് സിറ്റി ചർച്ച് ഭൂമിയിൽ പ്രവർത്തിക്കുന്നത്. ആമേൻ. ഇത് താൽക്കാലികമാണ്. ജീസസ് കർത്താവ് വരും, നിത്യമായത് വരും. അതുവരെ നിത്യതയിലേക്ക് പോകുന്ന ആളുകളെ ശേഖരിച്ച് കൂട്ടിവെക്കുന്ന ഇടം. യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോൾ ഈ പട്ടണത്തിലുള്ള ലക്ഷോപലക്ഷം ആളുകളെ കൂട്ടി കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിക്കാനുള്ള ഒരു വിശ്രമ സ്ഥലമാണ് സിറ്റി ചർച്ച്. ഈ ബോധം ഒരിക്കലും എന്നെ നിങ്ങളെ വിട്ട് പോകരുത്. ദൈവം തൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല. പക്ഷെ അന്ന് നാം ഉണ്ടായിരിക്കണം. ആമേൻ. വളരെ വിശാലമായ നിലയിൽ 10,000-കണക്കിന് ആളുകൾ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സത്രമാക്കി, ഒരു വിശ്രമ സ്ഥലമാക്കി പരിശുദ്ധാത്മാവ് സഭയെ പണിയും. നമ്മുടെ ഏറ്റവും വലിയ കാഴ്ചപ്പാട് അടുത്ത വർഷം ഇതേ സമയം ദൈവം നമുക്കിവിടെ പണിയാൻ അവസരം തന്നാൽ നമുക്ക് ഈ ഹോള് ഒരു LED വെച്ച് ജനത്തിന് ആരാധന കാണിച്ചു കൊടുക്കുന്നൊരു ഹോളാക്കി ഇതിൻ്റെ മേളിൽ ഇരുന്ന് ആരാധിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറും. അസാധ്യമായിട്ടൊന്നുമില്ല. ജീസസ് ഇതുവരെയും സിറ്റി ചർച്ചിന് ആവശ്യമായ വസ്തുക്കൾ വാങ്ങിക്കാൻ ഈ പട്ടണത്തിൽ ദൈവ ആളുകളെ തന്നിട്ടില്ല. കൊയ്ത്തിന്റെ കാലം എന്ന് പറയുന്നത് വസ്തു വാങ്ങിക്കാൻ ആളുകളെ കൊണ്ടുവരും. ഇതുവരെ ബിൽഡിംഗ് പണിയാൻ ബിൽഡേഴ്സിനെ ദൈവം പട്ടണത്തിൽ നിന്ന് തന്നിട്ടില്ല. കർത്താവ് കൊയ്ത്തിന്റെ വർഷം എന്ന് പറയുന്നത് പണിയുന്നവരെ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടുവരും. നമ്മളൊക്കെ നിത്യതയ്ക്ക് വേണ്ടി ആളുകൂട്ടാൻ വേണ്ടി ഓരോരോ സേവനങ്ങൾ ചെയ്യുന്നു. പക്ഷേ അക്ഷരികമായ ചില കാര്യങ്ങൾ ആവേശത്തോടെ ചെയ്യാൻ ആത്മാവ് ചിലരെ നിർബന്ധിച്ചു കൊണ്ടുവരും. നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അവരോട് സഹകരിക്കുകയും വേണം. അപ്പോൾ തന്നെ സുവിശേഷ വേലയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഒരിക്കലും നഷ്ടപ്പെടരുത്. യേശു പറയുന്നു നമുക്ക് സുവിശേഷ വേലയ്ക്ക് ആളുകളെ വേണം. കൊയ്ത്തുണ്ട്, വളരെ വേലക്കാരോ ചുരുക്കം എന്ന് യേശു പറയുന്നത് ടു സ്പ്രെഡ് ദ ഗോസ്പൽ there is no or a few laborers എന്നാണ്. അഭാവമോ ഉണ്ടെങ്കിൽ വളരെ ചുരുക്കമോ ഉള്ള ആളുകൾ മാത്രമേ സുവിശേഷ വേലയ്ക്ക് ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് സ്പ്രെഡിങ് ഓഫ് ദ ഗോസ്പൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനുവേണ്ടി നമ്മളെല്ലാവരും സജ്ജമാകണം. ചിലപ്പോൾ നമുക്ക് കറണ്ടിയും സിമൻറ്റും കല്ലും കൊണ്ട് നിൽക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം സഭ പണിയാൻ. പക്ഷേ സഭ അക്ഷരിക ആൾക്കൂട്ടം എന്നതിനേക്കാൾ ഉപരി കർത്താവ് വസിക്കുന്ന ഒരു ആത്മീയ കൂട്ടം, കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്ന ഒരു സ്പിരിച്വൽ ജനതയെ, ആത്മീക ജനതയെ വാർത്തെടുക്കുന്ന ശുശ്രൂഷകൾ വചനത്തിൻ്റെ ശുശ്രൂഷക്കാരത്തികളായും വചനത്തിൻ്റെ ശുശ്രൂഷക്കാരായും
സുവിശേഷ തൽപരരായും സുവിശേഷം വ്യാപിപ്പിക്കുന്നതിൽ. കർത്താവിന്റെ പൈതൽ മീനു യുഎഇ പോയി. അവിടെ ഇരുന്നുകൊണ്ട് അവൾ സിറ്റി ചർച്ചിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അവിടെ ഇരുന്നുകൊണ്ട് സോണ എന്നറിയപ്പെടുന്ന ഒരു കൊച്ചിനെ നമ്മുടെ ചർച്ചിലോട്ട് പറഞ്ഞയച്ചു. ആമേൻ. അപ്പൊ രാജ്യത്തിന്റെ ഏത് ഭാഗത്തിരുന്നാലും സിറ്റി ചർച്ചിന് വേണ്ടി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റും. ആളുകളെ ഗൈഡ് ചെയ്യാനായിട്ട് പറ്റും. വാസ്തവത്തിൽ നിങ്ങളുടെ ഉപദേശങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഏത് രാജ്യത്തിൽ ദൈവം നിങ്ങളെ ഉയർത്തിയാലും പിന്നീട് സിറ്റി ചർച്ചിന് നിങ്ങളെ ആവശ്യമുണ്ട്. കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട് സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്കായി. ടു സ്പ്രെഡ് അവർ ഫെയ്ത്ത് ഇൻ ദ സിറ്റി, അവർ വർക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ വിശ്വാസം കൊണ്ട് ഈ പട്ടണത്തെ നിറയ്ക്കണം. ആമേൻ. ക്രിസ്തുവിലുള്ള സത്യസന്ധമായി വിശ്വാസം കൊണ്ട് ഈ പട്ടണം നിറച്ചില്ലെങ്കിൽ ആളുകൾ ഇവിടെ വ്യാജം പ്രസ്താവിക്കും. ഏറ്റവും കൂടുതൽ വേഗത്തിൽ സ്പ്രെഡ് ആവുന്നതും വിശ്വസിക്കപ്പെടുന്നതും വ്യാജ വർത്തമാനമാണ്. ദൈവവചനത്തിൻ്റെയും സുവിശേഷത്തിൻ്റെയും സന്ദേശം സകല മനുഷ്യർക്കും അറിയാതെ നല്ല വാർത്തയാണ്, വ്യാജ വാർത്തയല്ല. പക്ഷെ ഈ വാർത്ത കൊണ്ട് ഈ സമൂഹത്തെ നിറയ്ക്കണ്ടേ? സത്യവിശ്വാസം കൊണ്ട് ഈ സമൂഹത്തെ നിറയ്ക്കണ്ടേ? അങ്ങനെ നിറയ്ക്കുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം, വെല്ലുവിളികൾ ഉണ്ടാകാം. പെർസിക്യൂഷൻ ഈസ് ദെയർ, സഫറിംഗ് ഈസ് ദെയർ. ചിലപ്പോൾ ജീവൻ കൊടുക്കേണ്ടി വരും, പണം ചെലവിടേണ്ടി വരും, സമയം യാഗമായി അർപ്പിക്കേണ്ടി വരും, മക്കളെ കൊടുക്കേണ്ടി വരും, കുടുംബത്തെ കൊടുക്കേണ്ടി വരും. എന്തൊക്കെ ചെലവിടേണ്ടി വന്നാലും ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മളൊരു തീരുമാനം കൈക്കൊള്ളണം. ദൈവമേ, വിതയും കൊയ്ത്തും ഞാൻ ഒരുമിച്ച് ചെയ്യും. ഞാൻ കൊയ്യേണ്ടതിന് എന്ത് പ്രതികൂലങ്ങൾ വന്നാലും ഞാൻ ഇറങ്ങും. ജീസസ്, യേശു പറയുന്നത് there is a huge need and opportunity. കൊയ്ത്ത് വളരെ ഉണ്ടെന്ന് പറയുന്നത് സാഹചര്യം ഇവിടെ ഉണ്ട്. കൊയ്ത്തിനായി വിളഞ്ഞിരിക്കുന്നു. നമ്മളെ രക്ഷിക്കപ്പെടാൻ ആളുകൾ ഇവിടെ ഉണ്ട്. നമ്മൾ 630 പരം ആളുകളെ സന്ദർശിച്ചപ്പോൾ അറൗണ്ട് 100 പരം ആളുകളെന്ന് പറയുന്നത് നമുക്ക് വീണ്ടും അവരോട് സുവിശേഷം പറയാനും നമ്മെ സ്വീകരിക്കാനും കഴിവുള്ള കുടുംബങ്ങളാണ് നമ്മൾ കണ്ടെത്തിയത്. അതാണ് വിളഞ്ഞിരിക്കുന്ന നിലം എന്ന് യേശു വളരെ കാര്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ധാരാളം വേലക്കാരെ വേണം. 26 ഞാൻ സദയം നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ ഔദ്യോഗിക ജീവനത്തോടൊപ്പം എന്തെല്ലാം പ്രയാസങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാലും മുകളിൽ ചെല്ലുമ്പം ഒരു ബിഗ് സീറോ ആയി മാറാതിരിക്കാൻ കുടുംബത്തിന് വേണ്ടി ചെലവിടുന്നത് പോലെ, മക്കൾക്ക് വേണ്ടി ചെലവിടുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം സുവിശേഷം അറിയിക്കാനും വിശ്വാസം കൊണ്ട് ഈ പട്ടണത്തെ നിറയ്ക്കാനും മാതൃകാപരമായി ഞാൻ ജീവിക്കുമെന്ന് എത്ര പേർ ഇന്ന് ദൈവസന്നിധിയിൽ തീരുമാനം കൈക്കൊള്ളും? കുഞ്ഞു പിള്ളേരായാലും വലിയ ആളുകളായാലും ദൈവം അത് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടി ഒരു വാക്കെങ്കിലും സാക്ഷ്യപ്പെടുത്തിയാൽ കർത്താവിൻ്റെ റെക്കോർഡിൽ അതവിടെ ഉണ്ട്. ജീസസ് കണക്ക് തീർക്കുന്ന നാളിൽ ഒരു പ്രതിഫലം കിട്ടാതെ പോകുകയില്ല. കണ്ണടയ്ക്കുന്നതിന് മുമ്പേ, ഈ ലോകം വിട്ട് പോകുന്നതിന് മുമ്പേ ദൈവത്തിനായി ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും ദൈവം കണക്ക് നോക്കി നമുക്ക് തരും. 2, ശേഷിച്ചത് നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കും. തലമുറയെ കൊടുക്കും. വീണ്ടും ഒരു വലിയൊരു അനുഭവം കർത്താവിൻ്റെ കാലത്ത് കർത്താവ് തിരിച്ചു വരുമ്പം അവനോടൊപ്പം നമുക്കുണ്ടാവും, നിശ്ചയമായിട്ടുണ്ടാവും. ചിലർക്ക് ഐശ്വര്യമായി, ചിലർക്ക് സമൃദ്ധിയായി, ചിലർക്ക് ആരോഗ്യമായി, ചിലർക്ക് പുകഴ്ചയായി, ഫെയിമായി എന്നല്ല, പല നിലവാരത്തിൽ ഒരു റിവാർഡ്, പ്രതിഫലം കൊയ്ത്തായി നമുക്ക് ലഭിക്കും. ഈ വാക്കുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കട്ടെ.